അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഹാഫ് ഇയർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2024 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഹബലുൻ എന്നതിൽ ആദ്യത്തെ അക്ഷരം. ഓപ്ഷൻസ് ജീം, ഹാ, ഖാ. ശരി ഉത്തരം ഹാ. 2. ലതുസ്അലുന്ന എന്നതിൽ മണിച്ച് ഓതണം. ഓപ്ഷൻസ് തായിനെ, ലാമിനെ, നൂനിനെ. ശരി ഉത്തരം നൂനിനെ. 3. വമാ അദ്റാക എന്നതിൽ കൂടുതൽ നീട്ടി ഓതണം. ഓപ്ഷൻസ് മീമിനെ, റായിനെ, ദാലിനെ. ശരി ഉത്തരം മീമിനെ. 4. ഫഅസർന ബിഹി നഖഅ എന്നതിലെ ഹായിനെ. ഓപ്ഷൻസ് നീട്ടാതെ ഓതണം, നീട്ടി ഓതണം, മണിച്ച് ഓതണം. ശരി ഉത്തരം നീട്ടി ഓതണം. 5. ശബ്ദമുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ. ഓപ്ഷൻസ് ജീമ്, ഹാ, മീമ്, നൂന്, ലാമ്, റാ. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ മീമ്, നൂന്. 6. സിൽസാലഹ എന്നതിലുള്ള അക്ഷരങ്ങൾ. ഓപ്ഷൻസ് 5, 6, 7. ശരി ഉത്തരം 7. 7. ഖാഫ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്ക്. ഓപ്ഷൻസ് ഫസബ്ബിഹ്, കൈദഹും, ഖുറൈശ്. ശരി ഉത്തരം ഖുറൈശ്. 8. അലൽ അഫ്ഇദ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻസ് 4, 2, 3. ശരി ഉത്തരം 2. 9. ഫാ എന്ന അക്ഷരമുള്ള വാക്ക്. ഓപ്ഷൻസ് സഫീഹ, മുനീറ, നഖീറ. ശരി ഉത്തരം സഫീഹ. 10. വഅമ്മസ്സായില എന്നതിലുള്ള അലിഫുകൾ. ഓപ്ഷൻസ് 4, 3, 2. ശരി ഉത്തരം 4. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 11. ആദ്യത്തെ അക്ഷരം വാദ്. 12. ആദ്യത്തെ അക്ഷരം വാ. 13. ആദ്യത്തെ അക്ഷരം ഖാഫ്. 14. ആദ്യത്തെ അക്ഷരം റൈന്. 15. ആദ്യത്തെ അക്ഷരം ഖാ. ഇപ്പുറത്ത് നോക്കുകയെ. ഖിസാസുൻ, ബി. ഗുലാമുൻ, സി. ഖിലാഫുൻ, ഡി. വലാലിൻ, ഇ. വിലാല. ഇനി നമുക്ക് ഓരോന്നും ചേർക്കാം. 11. ആദ്യത്തെ അക്ഷരം വാദ്. ശരി ഉത്തരം ഡി, വലാലിൻ. 12. ആദ്യത്തെ അക്ഷരം വാ. ശരി ഉത്തരം ഇ, വിലാല. 13. ആദ്യത്തെ അക്ഷരം ഖാഫ്. ശരി ഉത്തരം എ, ഖിസാസുൻ. 14. ആദ്യത്തെ അക്ഷരം റൈന്. ശരി ഉത്തരം ബി, ഗുലാമുൻ. 15. ആദ്യത്തെ അക്ഷരം ഖാ. ശരി ഉത്തരം സി, ഖിലാഫുൻ. ഡി, ഇ, എ, ബി, സി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 16. ഇദാ ജാഅ എന്നതിൽ ഡാഷിനെ കൂടുതൽ നീട്ടി ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജീം. ഇദാ ജാഅ എന്നതിൽ ജീമിനെ കൂടുതൽ നീട്ടി ഓതണം. 17. കഅസ്ഫിൻ മഅകൂൽ എന്നതിൽ മീമിനെ ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മണിച്ച്. 18. മൽഹുതമ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 8. 19.
എന്നതിൽ ഹാഇനെ ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നീട്ടി. 20 ഉലൈക എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വാവ്. ഉലൈക എന്നതിൽ വാവിനെ ഉച്ചരിക്കരുത്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 21 യഅലം എന്നതിൽ രണ്ടാമത്തെ അക്ഷരം യാ ഒന്നാമത്തെ അക്ഷരം, ഐന് രണ്ടാമത്തെ അക്ഷരം, ലാം മൂന്നാമത്തെ അക്ഷരം, മീം നാലാമത്തെ അക്ഷരം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അക്ഷരമാണ്. ഉത്തരം ഐന്. 22 അബത്തും എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരമേത്? ഉത്തരം ദാല്. 23 ഇന്ന ശാനിഅക എന്നതിൽ എത്ര ഹംസയുണ്ട്? ഉത്തരം 2. 24 ഷദ്ദുള്ള നൂനിനെ എങ്ങനെ ഓതണം? ഉത്തരം മണിച്ച്. 25 ഷഹർ എന്നതിൽ മധ്യത്തിലുള്ള അക്ഷരമേത്? ഉത്തരം ഹ. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 മാ അഅ്ബുദു എന്നതിൽ മീമിന് മുകളിൽ ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? ഉത്തരം മീമിനെ കൂടുതൽ നീട്ടി ഓതുന്നതിന് വേണ്ടി. 27 ലിറബ്ബിഹി ലകനൂദ് എന്നതിൽ ഹായിന് ശേഷം ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? ഉത്തരം ഹായിനെ നീട്ടി ഓതുന്നതിന് വേണ്ടി. 28 ഫീഹാ കുതുബുൻ ഖയ്യിമ ഇതിൽ ഖാഫുള്ള വാക്ക് ഏത്? ഉത്തരം ഖയ്യിമ. 29 ലഹുദ്ദീൻ എന്നതിൽ അലിഫിന് മുകളിൽ ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? ഉത്തരം ആ അലിഫിനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി. 30 ഹാ കൊണ്ട് തുടങ്ങുന്ന രണ്ട് വാക്കുകൾ എഴുതുക. ഉത്തരം ഹസനുൻ ഹബലുൻ. 31 ഫഉമ്മുഹു ഹാവിയ എന്നതിൽ ഹായിന് ശേഷം ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? ഉത്തരം ലൊമ്മ ഉള്ള ഹായിനെ നീട്ടുന്നതിന് വേണ്ടി. 32 മത്ലഉൽ ഫജ്ർ എന്നതിലെ ഖമറിയായ 5 അക്ഷരങ്ങൾ. ഉത്തരം മീം, ഐന്, അലിഫ്, ഫാ, ജീം. 33 റിഹ്ലതശ് ശിതാ എന്നതിലെ 10 അക്ഷരങ്ങൾ ഏവ? ഉത്തരം റാ, ഹാ, ലാം, താ, അത് ഹാ തനീസാണ്. അലിഫ്, ലാം, ഷീൻ, താ, അലിഫ്, ഹംസ. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.